കണ്ണൂരിലേക്ക് പോകാം. അവിടെ പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റു. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ബിജീഷ്, കണ്ണൂരിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചു? ജിൽസി, കണ്ണൂരിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. UDF-ന് 36 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. ആ 36 അംഗങ്ങളുടെ പിന്തുണയിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂരിന്റെ 5ാമത്തെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പി ഇന്ദിര ഈ സ്ഥലത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് സത്യവാചകം ചൊല്ലി മേയറായി സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. ദൈവനാമത്തിലാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂരിന്റെ 5ാമത്തെ മേയറായി സത്യവാചകം ചൊല്ലിയെടുത്തത്. പി ഇന്ദിരക്കെതിരെ LDF-ൽ നിന്നുള്ള VK പ്രകാശിനെയായിരുന്നു മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി. അവർക്ക് 15 വോട്ടുകൾ ലഭിച്ചു. NDAയിൽ നിന്ന് BJP-യുടെ അർച്ചന വണ്ടിച്ചാലും പി ഇന്ദിരക്കെതിരെ മത്സരരംഗത്തുണ്ടായിരുന്നു. അവർക്ക് 4 വോട്ടുകളാണ് ലഭിച്ചത്. 4 BJP അംഗങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിലുള്ളത്. ഒപ്പം ഒരു SDPI-യുടെ അംഗമുണ്ടായിരുന്നു. അവർക്ക് ഈ വോട്ടെടുപ്പിൽ അവർ പങ്കെടുത്തില്ല. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അതോടുകൂടി കണ്ണൂരിന്റെ പുതിയ മേയറായിട്ട് അഡ്വക്കേറ്റ് പി ഇന്ദിര, കോൺഗ്രസ് നേതാവ്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കാലാവധി കഴിഞ്ഞ കൗൺസിലിലെ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു അഡ്വക്കേറ്റ് പി ഇന്ദിര. വൈകിട്ട് 2:30-ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനകത്ത് മുസ്ലിം ലീഗ് നേതാവ് KP താഹിറാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. LDF-ൽ നിന്ന് MV അനിൽകുമാർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്യും. NDAയും മത്സരരംഗത്തുണ്ടാകും. ജിൽസി, ശരി, കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് ബിജീഷ് ഗോവിന്ദൻ നൽകിയത്. ഇനി തൃശൂരിലേക്ക് പോകാം. അവിടെ നിജി ജസ്റ്റിൻ തൃശൂർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇന്ന് രാവിലെ ഉണ്ടായ വിവാദങ്ങളുടെ പേരിൽ കൂടിയാണ് തൃശൂർ മേയർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായത്. പക്ഷേ ഈ വിവാദങ്ങളൊന്നും മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഫലിച്ചില്ല എന്നുള്ളതും കോൺഗ്രസിന് ആശ്വാസകരമാണ്. എന്തൊക്കെ സംഭവിച്ചു ഇന്ന്? 56 അംഗ കൗൺസിലിൽ 33 പേരാണ് കോൺഗ്രസിൽ നിന്നുള്ളത്. 13 പേർ CPM-നും 8 അംഗങ്ങൾ BJP-ക്കും 2 വിമതരുമായുള്ളത്. നിജി ജസ്റ്റിൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 35 പേരുടെ പിന്തുണയാണ് നിജി ജസ്റ്റിന് കിട്ടിയത്. അതായത് 2 വിമതർ, കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി മത്സരിച്ച 2 വിമതർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 35 പേരുടെ പിന്തുണയോടുകൂടി നിജി ജസ്റ്റിൻ മേയറാകുന്നു. CPM-ന് അവരുടെ 13 വോട്ടുകൾ ലഭിച്ചു. BJP-ക്ക് അവരുടെ 8 വോട്ടുകൾ ലഭിച്ചു. എന്തായാലും ജിൽസി പറഞ്ഞതുപോലുള്ള വലിയ വിവാദങ്ങൾക്കൊടുവിൽ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ കൂറുമാറ്റമോ ഒന്നുമില്ലാതെ കോൺഗ്രസ് നേതാവ് ജയിച്ചു കയറിയതിൽ കോൺഗ്രസ് ക്യാമ്പിന് ആശ്വാസമുണ്ട്. പക്ഷേ ലാലിജിയും ഉന്നയിച്ച പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു. ഈ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ എങ്ങനെയാണ് തിരിച്ചു കൊത്തുക എന്ന് കാണേണ്ടതുണ്ട്. ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ ശോഭ കെടുന്ന തരത്തിൽ പ്രതികരണം വന്നതിന്റെ ജാള്യത കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. CPM-ഉം ഈ അവസരം ഉപയോഗിക്കാനായി കാത്തിരിക്കുകയാണ്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയതിന്. കൊല്ലം കോർപ്പറേഷനിലേക്ക് പോകുമ്പോൾ അവിടെ AK ഹഫീസ് കൊല്ലം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ ആദ്യത്തെ UDF മേയറാണ് എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, AK ഹഫീസ് കൊല്ലം മേയറായിരിക്കുന്നു. ഇതിൽ ഏറ്റവും തർക്കമുണ്ടായിരുന്നത് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എന്തെങ്കിലും തീരുമാനങ്ങളായിട്ടുണ്ടോ? ഇന്ന് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംഭവിച്ചു കൊല്ലത്ത്? ജിൽസി, കൊല്ലം കോർപ്പറേഷനിൽ ആദ്യമായി ഇടതുപക്ഷത്തു നിന്നല്ലാതെ ഒരാൾ മേയർ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. 25 വർഷത്തെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചുകൊണ്ട് AK ഹഫീസ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. INUC ജില്ലാ അധ്യക്ഷൻ എന്നുള്ള ചുമതലയോടുകൂടിയാണ് മുതിർന്ന നേതാവിനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരിപ്പിച്ചത്. അത് ഫലം കാണുകയും ഒപ്പം തന്നെ ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ 2 റൗണ്ടായിട്ടായിരുന്നു ഇവിടെ വോട്ടിംഗ് നടന്നത്. 56 അംഗ ഇതിൽ ആ കൗൺസിലിൽ ആർക്കും തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ AK ഹഫീസിന് 28, LDF സ്ഥാനാർത്ഥിക്ക് 16, NDAക്ക് 12 വോട്ടുമായിരുന്നു ലഭിച്ചിരുന്നത്. SDPയുടെ പിന്തുണ ആദ്യഘട്ടത്തിൽ UDF ലഭിച്ചു. 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ UDF, LDF അംഗങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിൽ നിന്നും SDP അംഗവും BJP അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് 16-നെതിരെ 27 അംഗങ്ങളുടെ പിന്തുണയോടുകൂടെയാണ് AK ഹഫീസ് കൊല്ലത്തെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി. കാരണം ഈ കക്ഷി നേതാക്കളെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇറങ്ങിപ്പോയത്. പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഘടകകക്ഷികൾ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു ഒരു തർക്കമുണ്ടായിരുന്നത്. പക്ഷേ അത് ആ രമ്യതയോടുകൂടെ പരിഹരിക്കാൻ കഴിയും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഡോക്ടർ ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.